സാർ നമസ്കാരം. നമസ്കാരം. ഞാനൊരു 4 വരി കവിതയൊന്ന് പറയാം. തീർച്ചയായിട്ടും വയലാറിൻ്റെ ആയിക്കോട്ടെ. വയലാറിൻ്റെ. ആ. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. അപ്പോഴും രാവണനുള്ളിലോരന്തിമ സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ആ കവിത എഴുതിയത് വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വയലാർ സമരത്തിൽ നിരവധി ആളുകളുടെ പിടഞ്ഞു വീണു, അവർ മരിച്ചു. ഈ മരിച്ചവരുടെ കണക്കുകളില്ല. ഈ വയലാർ രാമവർമ്മയുടെ പാർട്ടിയുടെ CPM-ൻ്റെ കയ്യിൽ കണക്കുകളില്ല. ഞാൻ ആ സ്ഥലത്തൊരു 6-7 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ മരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. എന്തിനാണ് വയലാർ സമരം നടന്നത്, എന്തിനാണ് പുന്നപ്ര സമരം നടന്നത്, അവിടെ എത്ര ആളുകളാണ് മരിച്ചത്, മരിച്ചതിന് കണക്കില്ല. അവസാനം ഒരു രേഖയുണ്ടാക്കി 1018 പേർക്ക് മറ്റേ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിന്റെ പ്രതിവർഷം കടക്കണയിൽ പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ളതാണ് പുന്നപ്ര വയലാർ സമരം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, സാറിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് തന്നെ വേണമെങ്കിൽ ഒരു 3-4 എപ്പിസോഡ് ചെയ്യാൻ പറ്റും. പക്ഷെ പറഞ്ഞു വന്നത്, ഈ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ 2026 ഇലക്ഷൻ കഴിഞ്ഞു, യുദ്ധം കഴിഞ്ഞു. ഈ ഇലക്ഷനിൽ നിർണായകമായ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഒരുപാട് മുന്നണി മാറ്റങ്ങൾ കണ്ടു. CPM പോലുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന G. സുധാകരൻ, പ്രതിപക്ഷ നിരയിലുള്ള ആളുകൾ പോലും ഇദ്ദേഹം അഴിമതിക്കാരനല്ല എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരാൾ തീർച്ചയായിട്ടും CPM വിട്ട് പുറത്തു വന്നു. അത് ആലപ്പുഴ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ജില്ലകളെ പോലെയല്ല. പുന്നപ്ര വയലാർ. അതെ. അപ്പൊ പുന്നപ്ര വയലാർ സമരഭൂമി കൊള്ളുന്നത് ആലപ്പുഴയിലാണ്. അപ്പൊ ഈ ആലപ്പുഴയിൽ ഉള്ള ഒരു പ്രവർത്തകൻ 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം ഉപേക്ഷിച്ച് പുറത്തു വരുന്നു. CPM-നെതിരെ CPM-ൻ്റെ ബദ്ധശത്രുക്കളായ UDF-ൻ്റെ പാളയത്തിൽ നിന്ന് മത്സരിക്കുന്നു. ഇതുപോലെ തന്നെ ചുവപ്പ് വാകുകൾ മാത്രം എന്നും പൂത്തു നിൽക്കുന്ന കണ്ണൂരിൻ്റെ മണ്ണ്, ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന വിപ്ലവത്തിൻ്റെ തീജ്വാലകൾ എന്നും കത്തി നിൽക്കുന്ന ആ ചെങ്കോട്ടയിൽ നിന്ന് TK ഗോവിന്ദൻ പുറത്തു വരുന്നു, അല്ലെങ്കിൽ പുറത്താക്കപ്പെടുന്നു. കുഞ്ഞികൃഷ്ണൻ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, ഇങ്ങനെ PK ഗോപി, ഇങ്ങനെയുള്ള നിരവധി ആളുകൾ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഈ കുഞ്ഞികൃഷ്ണനും PK ഗോപിയും ഐഷ പോറ്റിയൊന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം പുറത്തുപോയി എന്നല്ലാതെ, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു എന്നല്ലാതെ, TK ഗോവിന്ദനും G. സുധാകരനുമൊക്കെ വലിയ അടി തന്നെയാണ് CPM-ന് ഉണ്ടാക്കിയത്. അല്ല എന്ന് അവർ പറയും. ഒരുപക്ഷെ അവരുടെ ഭാഷയെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയും. ഞാനത് സമ്മതിക്കുന്നു, നമുക്കറിയില്ല. പക്ഷേ TK ഗോവിന്ദനെ ഒരു ദിവസം കൊണ്ട് ആലോചിച്ച് CPM-ന് പുറത്തെത്തിക്കുകയോ PK ശ്യാമളയ്ക്കെതിരെ മത്സരിപ്പിക്കുകയോ ചെയ്തൊരു പ്രവണതയല്ല അവിടെ നടന്നിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ്റെ പിൻഗാമിയായി MV ഗോവിന്ദൻ നിശ്ചയിക്കുന്നതോ അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ വീട്ടുകാരിയോ സ്ഥാനാർത്ഥിത്വം CPM കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും TK ഗോവിന്ദനോ TK ഗോവിന്ദനെ പോലുള്ള ആളുകളോ അവിടെ ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അതിൻ്റെ പുറകിൽ പിണറായി വിജയന് എതിരെയായിട്ട്, പിണറായിസത്തിനെതിരെയായിട്ട് കണ്ണൂരിൽ തന്നെ പാർട്ടിയുടെ ഈറ്റില്ലത്തിൽ തന്നെ രൂപം കൊണ്ടൊരു അച്ചുതണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ TK ഗോവിന്ദൻ ഒരു സുപ്രഭാതത്തിൽ തനിക്ക് സീറ്റില്ല, അധികാരമോഹം കൊണ്ട്, പാർലമെൻ്ററി വ്യാമോഹം കൊണ്ടൊന്നും വന്ന് ഒരു PK ശ്യാമളയ്ക്കെതിരെ മത്സരിച്ചൊരു കാൻഡിഡേറ്റ് കൃത്യമായി കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയും കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുകയും ചെയ്യുന്ന, വർഷങ്ങളായി വളരെ പഠന വ്യഗ്രതയോടുകൂടി ഇത് മനസ്സിലാക്കി അതിന് കൃത്യമായി കാര്യങ്ങൾ പ്രവചിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെ രീതിയിൽ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, TK ഗോവിന്ദന്മാർ ഇനിയും പാർട്ടിയിലുണ്ടാകുമോ? CPM എന്ന പാർട്ടി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം എന്തായിരിക്കും? ഞാനത് എൻ്റെ ഒരു പുസ്തകം അടുത്തിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നുമുണ്ട് ആ വധയന്ത്രം എന്ന പുസ്തകത്തിൻ്റെ പേര്. ഞാൻ കമ്മ്യൂണിസത്തിനെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ തയ്യാറില്ല. അത് വധയന്ത്രമാണ്, ആളുകളെ കൊല്ലുന്ന പ്രസ്ഥാനമാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ ചരിത്രം നോക്ക്. പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഒരു കേസിലും, കൊലപാതക കേസിൽ 1-ാം പ്രതിയാണ്. 1969 നടന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിൽ തയ്യൽ തൊഴിലാളിയാണ് രാമകൃഷ്ണൻ. ആ രാമകൃഷ്ണനെ കൊന്ന കേസിൽ 1-ാം പ്രതിയാണ് പിണറായി വിജയൻ. അയാളുടെ പാരമ്പര്യം ശരിക്കതാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു വാർത്തയല്ല. ഈ വാർത്തയല്ലാതാകുന്ന കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരാളികളെ കൊല്ലുന്നുള്ള അഭിപ്രായം എനിക്കില്ല, അധികമില്ല, വളരെ കുറച്ചേ ഉള്ളൂ.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ 10 കോടി ജനങ്ങളെയാണ് കൊന്നിരിക്കുന്നത്. കമ്മ്യൂണിസം നമുക്ക് ചിലപ്പോൾ തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളെ കൊന്ന ഹിറ്റ്ലറാണ്, അല്ലെങ്കിൽ ജിഹാദികളാണ് എന്നൊക്കെ തോന്നാം. അതൊന്നുമല്ല. ജിഹാദികൾ ഇവരുടെ 10% പേര് ജിഹാദികൾ കൊന്നിട്ടില്ല. ഇവരുടെ ഒരു 8% ആളുകളെ ഹിറ്റ്ലർ കൊന്നിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ വലിയ നേതാക്കന്മാരെല്ലാവരും, മാവോ സേത്തുങ് ആയാലും സ്റ്റാലിനാണെങ്കിലും ചെഗുവേരയാണെങ്കിലും തുടങ്ങിയിട്ടുള്ള ഹോച്ചിമിനാണെങ്കിൽ തുടങ്ങിയിട്ടുള്ള എല്ലാവരും വലിയ വലിയ കൊലപാതകികളാണ്. ഇവർ 10,000-ങ്ങളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. 6.5 കോടി ജനങ്ങളെയാണ് മാവോ സേത്തുങ് അവിടെ ചൈനയിൽ കൊന്നത്. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനം, ഇപ്പം എം വി രാഘവൻ 1985-86 സമയത്ത് സേതുങ്ങിന്റെ കാലത്തിന് ശേഷം ഇപ്പം ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ടിയാനമെൻ സ്ക്വയറിൽ എത്രയോ കുട്ടികളെ വിദ്യാർത്ഥികളെ 10,25,000-30,000 പേര് പുള്ളി കൊന്നിട്ടുള്ളൂ. ഇയാളെ കൊന്നിരിക്കുന്നത് അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിൽ എണ്ണക്കുറവാണ്. ഞാൻ അതിന്റെ പേരെടുത്ത് പറയാൻ കാരണം, ആ പേര് പറയാതിരിക്കാനുള്ള കാരണം പ്രധാനമായിട്ട് അത് കമ്മ്യൂണിസ്റ്റ് ഒരു കുറച്ചുപേരെ കൊന്നിട്ടുള്ളൂ. ഒരു 25,000 പേര് 50,000 പേര് ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞു. അതൊരു സംഖ്യയല്ല. നിങ്ങൾ എങ്ങനെ സംഖ്യയാവുക? 3 വർഷക്കാലം കൊണ്ട് സ്റ്റാലിൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള സ്റ്റാലിൻ, ഈ മഹാനായിട്ടുള്ള സ്റ്റാലിൻ കൊലപാതകി സ്റ്റാലിനാണെന്ന് എനിക്ക് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ സ്റ്റാലിന്റെ പടം വയ്ക്കുന്നുണ്ടെങ്കിൽ ഇവർ കൊലപാതക പ്രസ്ഥാനമാണ്. കാരണം സ്റ്റാലിൻ 3.5 കൊല്ലം കൊണ്ട് 1936, 37, 38, 39 ജൂൺ വരേക്കുള്ള 3.5 കൊല്ലം കൊണ്ട് കൊലപ്പെടുത്തിയത് 2 കോടി ജനങ്ങളെയാണ് സോവിയറ്റ് റഷ്യയില്. അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ആളുടെ പേര് കേട്ടാൽ നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിപ്പോവും. അത് ലെനിനാണ്. ആ ലെനിനെ കൊന്നത് ഇയാള് സൈനൈഡ് കൊടുത്താണ് സ്റ്റാലിൻ കൊന്നത്. അതിന് രേഖകളുണ്ടല്ലോ. ആ രേഖയെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതിയിരിക്കുന്ന കെ ബാലകൃഷ്ണൻ ഉണ്ട്. അദ്ദേഹമാണ് ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പി കേശവദേവന് എൻ്റെ ഒരു പുസ്തകമുണ്ട്, അതിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പഥയന്ത്രം എന്നാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെനിന്റെ ഭാര്യ സ്റ്റാലിനോട് പറഞ്ഞു പോലും ലെനിൻ അല്പം സൈനൈഡ് കൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ വളരെ വിചിത്രമായുള്ള ചരിത്രം ഉണ്ടാക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാരെ. ആരെയും വേണമെങ്കിലും കൊല്ലും. ഈ കൊലപ്പെടുത്തുന്നതിൽ ഇപ്പൊ നമുക്ക് തന്നെ കേരളത്തിൽ നല്ലൊരു അനുഭവം പറഞ്ഞാല് 1985-86 സമയത്താണ് എം വി രാഘവൻ പാർട്ടിക്ക് പുറത്തു പോകുന്നത്. ആരാ പാർട്ടിക്ക് പുറത്തു പോകാൻ രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? ഇപ്പൊ നേരത്തെ പ്രദീപ് പറഞ്ഞ പോലൊരു സംഭവമുണ്ട്. ഈ പറയുന്ന ഗോവിന്ദനെ കൊണ്ട് ചുടിയോറ് മാന്തിച്ച ജയരാജന്മാരെയൊക്കെ പോലെ തന്നെ അന്ന് ചില ആളുകളുണ്ടായിരുന്നു. അതിലൊരാളുടെ പേരാണ് ദക്ഷിണാമൂർത്തി. ഈ ദക്ഷിണാമൂർത്തി അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അയാളാണ് ഇതിന്റെ ബദൽ രേഖ തയ്യാറാക്കിയ ആള്. അതിനെ പിന്താങ്ങിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്നറിയാമോ? ഇ.കെ. നയനാര്, ശിവദാസ് മേനോൻ, ഇവരൊക്കെ പിന്നെ എവിടെയായിരുന്നു? ഇവര് ഇപ്പോഴത്തെ ഗോവിന്ദമാഷ്, ഈ ഗോവിന്ദമാഷ് അന്നത്തെ DYFയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മറ്റേ അയാളും ഈ ബദൽ രേഖയുടെ കൂടെയാ, രാഘവന്റെ കൂടെയാണ് അയാള്. അങ്ങനെ രാഘവന്റെ കൂടെ നിന്ന് ബദൽ രേഖ തയ്യാറാക്കുകയും അതിനുശേഷം രാഘവൻ പുറത്തു പോകുമെന്ന് കണ്ട സമയത്ത് അകത്ത് കയറി പിടിച്ച് പാർട്ടിയുടെ നേതൃത്വമായിട്ട് അള്ളിപ്പിടിച്ചിരുന്ന ആളുകളാണ് ദക്ഷിണാമൂർത്തിയുടെ രസകരമായ സംഭവം കൂടിയുണ്ട്. രാഘവൻ പുറത്തു പോയിട്ട് 3 മാസം കഴിഞ്ഞപ്പോൾ രാഘവൻ പുറത്തു പോയതിന്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ യോഗം ചേർന്നു. ആ കണ്ണൂർ യോഗത്തിന്റെ മുഖ്യപ്രസംഗൻ സീതാറാം യെച്ചൂരിയ. ആ യെച്ചൂരിയുടെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ നടത്തിയാരാന്നറിയാമോ? അത് ദക്ഷിണാമൂർത്തിയാണ്. അപ്പൊ ഇത്തരം വൈകൃതങ്ങൾ ധാരാളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. ഇത് എന്ത് തന്നെയായാലും ഇത് ഇന്നും നിലയും തുടങ്ങിയ ഒരു പരിപാടിയല്ല. തീർച്ചയായും 2026 ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPM കണ്ണൂരിലും ആലപ്പുഴയിലും നേരിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി കേരളത്തിലാകമാനം ഉണ്ടാകും എന്ന് ചില ആളുകൾ, ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമോ പിണറായി വിജയൻ? അതിലെനിക്ക് ഒരു സംശയമില്ല. ഇനി കേരളത്തിൽ കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇല്ല. ഏത് തരത്തിലാണോ ബംഗാളിൽ നിന്ന് ജ്യോതിബാസു പുറത്തു പോയത് അതേപോലെയാണ് പോവുക. ഒരു സംശയക്കാര്യത്തില്ല. കാരണം ജ്യോതിബാസു ഇന്ത്യ കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് ജ്യോതിബാസു. നിങ്ങളൊന്ന് ബംഗാളിൽ പോയാൽ അറിയാം, കൽക്കട്ടയിൽ പോയാൽ അറിയാം. കൽക്കട്ടയിൽ ആളുകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന കേരളത്തിൽ തന്നെ തമാശയായിട്ടാണെങ്കിൽ ചിലരൊക്കെ പറയാറുണ്ട്, ഇവിടെ ഈ പൊറോട്ട അടിക്കുന്നവൻ LC സെക്രട്ടറി ആയിരുന്നു, ചായ എടുത്ത് കൊടുക്കുന്ന ചായ ആറ്റുന്നവൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, അത് സപ്ലൈ ചെയ്യുന്ന ആളുകൾ ഇവരുടെ മറ്റേ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരാണ് എന്ന് പറയുന്ന ബംഗാളിന്റെ ചരിത്രമുണ്ട്. ഇത് വസ്തുതയാണ്. ഞാനത് ഇടയ്ക്ക് ഒരു ബംഗാളിൽ പ്രോഗ്രാമിന് പോയിരുന്നു. അവിടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംസാരിക്കാൻ പോയതാ. കൽക്കട്ട അന്ന് മറ്റേ ആസാമില്
ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ യോഗത്തിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ് ഞങ്ങൾ ബംഗാളിൽ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, എവിടെന്നെങ്കിലും ലോൺ വാങ്ങിച്ചിട്ട് ഒരു 3-4 സെന്റ് സ്ഥലം വാങ്ങിക്കും. എന്നിട്ട് അതിൻ്റെ നടുക്ക് ഞങ്ങളെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഞങ്ങൾ ഒരു കാളിയുടെ വിഗ്രഹം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ കണ്ട്, കോർപ്പറേഷൻ്റെ പെർമിഷൻ ഇല്ലാതെ കണ്ട് കെട്ടിടം വയ്ക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾ വിവേകാനന്ദൻ്റെയും ശ്രീരാമൻ ശിവരാമൻ്റെയും ചിത്രം വയ്ക്കും. ഞങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അപ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയായിരുന്നു ജ്യോതിബാസുവിന്റെ ബംഗാള്. സമാനം തന്നെയാണ് കേരളത്തിൽ പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയിരിക്കുന്ന തോന്നിവാസങ്ങളുടെ കണക്കുകളെടുത്താൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല കേരളമാണെന്ന്. അത്രയ്ക്ക് വ്യാപകമായിട്ടുള്ള മാരകമായിട്ടുള്ള കേരളത്തെ പിന്നാക്കം കൊണ്ടുപോകാൻ സാധിക്കുന്ന 100 കണക്കിന് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അതിനീചനായിരിക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പിണറായി വിജയനോട് ഒരു പ്രസ്ഥാനം തിന്നാൻ വേണ്ടി പോവാണ്. ഇത് പല സ്ഥലത്തും ലോകത്തിലില്ല. ഒരു സമയത്ത് 1950-കളിൽ 56 രാജ്യങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവശേഷിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും കഴിഞ്ഞു. അവിടെ ക്യൂബയിലുള്ളത് ഫിഡൽ കാസ്ട്രോന്റെ അയാളുടെ ബന്ധുക്കളാണ്. ആ ബന്ധുക്കൾ മാത്രമേ വരിക, അല്ലാത്തവരാരും അതിനകത്തില്ല. അയാൾ കഴിഞ്ഞു, അയാളുടെ സഹോദരൻ വന്നു, അയാളുടെ സഹോദരൻ കഴിഞ്ഞിട്ട് അയാളുടെ മോള് വന്നു. അങ്ങനെയുള്ളൊരു അത് ഏകദേശം അതാണ് ഗോവിന്ദ മാഷ് അനുകരിക്കുന്നത്. ഇപ്പം നോക്കൂ, ഇപ്പോൾ സാറിപ്പോൾ ലോക കമ്മ്യൂണിസത്തിൻ്റെ ഹീറ്റിലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ചൈന. ഈ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ആരാണ് ഭരിക്കുന്നത്? ആ ഭരണാധികാരി എത്ര നാളായി അവിടെ ഭരണം തുടർന്നു പോകണു? എന്താ അവിടെ നടക്കുന്നത്? ഇവിടെ ഇപ്പോൾ 2 ടൈം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മാറ്റി ഇലക്ഷനിൽ പരീക്ഷിക്കുന്നുണ്ടല്ലോ. സ്ഥാപിത താല്പര്യക്കാരെയൊക്കെ നിർത്തി, ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ എനിക്കും എൻ്റെ കുടുംബത്തിന് വിഘാതമായി നിൽക്കുന്ന ആളുകൾ 2 ടൈമിൻ്റെ ആ ഒരു വിലക്ക് കൽപ്പിച്ച് മാറ്റി നിർത്തി, അല്ലാത്തവർ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്ര ടൈമായി? അല്ല, അവിടെ നമ്മൾ ചൈന കമ്മ്യൂണിസമോ ജനാധിപത്യമോ ഒന്നുമില്ലാത്ത രാജ്യമാണ്. ചൈനയുടെ ചരിത്രത്തിലാണ്, നിങ്ങൾ ലോക ചരിത്രത്തിൽ ഏതെങ്കിലും രാജ്യത്ത് ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്ന് വെച്ചാൽ കൃത്രിമമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കിയിട്ട് 5.5 കോടി ജനങ്ങളെ കൊന്നുകളഞ്ഞ നീചനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് മാവോ സേതുങ്. 5.5 കോടി ജനങ്ങളെ അതിനകത്ത് കൊന്നുകളഞ്ഞത്. അയാൾ കൊന്നുകളയാൻ വേണ്ടി അയാൾ പണി നടത്തി, അവിടെയുള്ള ഗോഡൌണുകൾ കടച്ചിട്ടു. ഇതേപോലെ കേരളത്തിൽ നടത്തിയ ഒരാളുണ്ട്, അയാളുടെ പേര് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. 1957 അന്ന് KC ജോർജ് കേരളത്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി. അയാൾ മക്രോണി കൊടുത്തു ആളുകൾക്ക്. എന്നിട്ട് EMS ആ പുള്ളിക്ക് മക്രോണി ജോർജ് എന്നുള്ള പേരിട്ടു. 2ാമതൊരു പണിയും കൂടി പുള്ളി നടത്തി 1967. അന്ന് ഇയാൾ 2ാമത് മുഖ്യമന്ത്രിയായിട്ട് വന്നേ. കേരളം കണ്ടുള്ള ഇത്രയും നീചനായിട്ടൊരു മുഖ്യമന്ത്രി EMSനെ പോലെ വേറെ ഉണ്ടാവില്ല. പിന്നെ വരുന്നത് പിണറായി വിജയനാണ്. ഇവിടെ സാർ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, G. സുധാകരൻ പാർട്ടി വിട്ട് പുറത്തു വരുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ മത്സരിക്കുന്നത് ഇടതുപക്ഷം നിലനിൽക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. ഈ മട്ടിൽ ഇത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. അവർ ഈ കുറി CPMനെ, അതായത് പിണറായി വിജയൻ നയിക്കുന്ന CPMനെ തോപ്പിക്കും. വീണ്ടും ഇത് എന്താണ്, പണ്ട് കമ്മ്യൂണിസ്റ്റ് പച്ച പൊട്ടിമുളച്ചതുപോലെ പൊട്ടിമുളച്ച് ഇനി കേരളത്തിൽ ഉണ്ടാവേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചൊരു ചുക്കും അറിയില്ല എന്നവർ വിശേഷിപ്പിക്കുന്ന പോലെ നമ്മൾ മണ്ടത്തരാണോ പറയണേ ഞാൻ എന്നെനിക്കറിയില്ല. എനിക്കതിനകത്ത് സത്യത്തിൽ എനിക്ക് ഇക്കാര്യത്തിൽ G. സുധാകരൻ പറഞ്ഞതിനോട് യോജിപ്പില്ല. G. സുധാകരൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം നിലനിൽക്കണം എന്നാണ്. ഇടതുപക്ഷമാണ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിൻ്റെ, കേരളത്തെ അനിമയുടെ ഏറ്റവും വലിയ ശത്രു ഇടതുപക്ഷമാണ്. കേരളത്തിൽ ഇല്ലായ്മ ചെയ്ത ഇടതുപക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇടതുപക്ഷം കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രസ്ഥാനം ലോകത്തിൻ്റെ നാശത്തിനുള്ള പ്രസ്ഥാനമാണ്. അത് G. സുധാകരന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് പിണറായി വിജയൻ പറഞ്ഞത് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ഒരുപക്ഷെ G. സുധാകരൻ വിഭാവനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിസം അതായിരിക്കാം. അതൊരു ഉട്ടോപ്യൻ കമ്മ്യൂണിസം അതിനെ വിളിക്കാം. എന്ന് വെച്ചാൽ ലോകത്തിൽ നടക്കാത്തൊരു സംഭവം. കമ്മ്യൂണിസം ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തൊക്കെ കടുത്ത ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്, അവിടെ പട്ടിണി ഉണ്ടായിട്ടുണ്ട്, അവിടെ ജനങ്ങൾ തമ്മിൽ തല്ലിയിട്ടുണ്ട്. അതല്ലാത്തൊരു രാജ്യത്തിന് പേര് പറയട്ടെ, G. സുധാകരൻ പറയട്ടെ, ഞാൻ മറുപടി പറയാം. ആ സമയത്ത് ലോകത്തിൽ ഒരൊറ്റ രാജ്യത്ത് പോലും കമ്മ്യൂണിസം അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, കമ്മ്യൂണിസം നടപ്പിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. സാർ, ഇപ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടി ഞാൻ സാറിനോടൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പം നിലവിൽ നമ്മൾ സാർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 2026 ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി CPMൻ്റെ അവസാന ഭരണാധികാരി പിണറായി വിജയൻ പടിയിറങ്ങും. CPMൻ്റെയും അന്ത്യം കുറിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ ശരിക്കും ഇപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ ഒരു അതൃപ്തി ഇതിനോടകം തന്നെ ഉളവായിട്ടില്ലേ?
തീർച്ചയായിട്ടും അവർക്കുണ്ട്. അവരെ സംബന്ധിച്ച് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. ഇപ്പം ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയി എന്നുള്ളതിന് തെറ്റു പറയാൻ സാധ്യമല്ല. ആ കമ്മ്യൂണിസ്റ്റ് ആകുന്ന തെറ്റിദ്ധരിക്കപ്പെട്ടവരാണ്. അവർ ധരിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവൻ പരിവർത്തനത്തിന് നിദാനമായിരിക്കുന്നത് കമ്മ്യൂണിസമാണെന്ന് അവർ ധരിച്ചിട്ടുണ്ട്. അത് സത്യമല്ല. കമ്മ്യൂണിസം വരുന്ന സ്ഥലത്ത് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസം വരുന്ന സമയത്ത് ജനങ്ങളെ അടിച്ചമർത്തുന്നു. കമ്മ്യൂണിസം വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നു. ഇതാണ് കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസത്തിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു പിൻബലം ഇതിനെ സംബന്ധിച്ചില്ല. പക്ഷെ നമ്മുടെ ആളുകൾ ധരിച്ചത് ഇത്തരത്തിൽ അബദ്ധമായിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ആരംഭിക്കുന്ന എവിടെയാണ്? കാൺപൂരിലാണ്. കാൺപൂർ എവിടെ? ഉത്തർപ്രദേശിലാണ്. അവിടെ പഞ്ചായത്ത് മെമ്പറുണ്ടോ? ഇല്ല. അവിടെ മുനിസിപ്പാലിറ്റി മെമ്പറുണ്ടോ? MLA ഉണ്ടോ? MP ഉണ്ടോ? ആരുമില്ല. കാരണം കാൺപൂർക്കാരന് കുറച്ചുകൂടി രാഷ്ട്രീയ ബോധമുണ്ട്. മലയാളിയെ സംബന്ധിച്ച് നിർഭാഗ്യവശാൽ 939 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നത്. അന്ന് തുടങ്ങി ഇന്നേ വരെ മലയാളിക്ക് രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഈ രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ട മലയാളി മാത്രമാണ് ഇതിനെ ഇത്രയും കാലം ഏകദേശം ഒരു 75-76 കൊല്ലത്തോളം ഇതിന് ചുമന്നത്. 86 കൊല്ലത്തോളം ചുമന്നത് നമ്മൾ മാത്രമാണ്. ഇതിപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കവിതയിലൂടെ തുടങ്ങിയെങ്കിൽ ഇപ്പോൾ അത് ഒരു അലങ്കാരത്തിൽ ചെന്നെത്തിക്കേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം അത് താനല്ലയോ ഇത് എന്ന വർണ്ണത്തിൽ ആശങ്ക അല്ലേ? അതിനകത്ത് എനിക്ക് ആശങ്കയില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, കമ്മ്യൂണിസം ലോകത്തിന്റെ വസന്തയാണ്. ലോകത്തിന്റെ സമൂഹത്തിലിരിക്കുന്ന ഇത്തിക്കണ്ണിയാണ് ഈ സാധനം. ഇത്തിക്കണ്ണി മരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു മരം നശിച്ചു പോകുന്നത്, സമാനമായിട്ടുള്ള ഇതിൽ കമ്മ്യൂണിസം എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിലെ ഏറ്റവും പിന്നാക്ക ജില്ലകൾ ഏതാ? ആലപ്പുഴ ജില്ല, കണ്ണൂർ ജില്ല, പാലക്കാട് ജില്ല. ഈ 3 സ്ഥലത്ത് കമ്മ്യൂണിസം അതിന്റെ കാരണം. കമ്മ്യൂണിസം ഇല്ലാത്ത എറണാകുളം ജില്ലയും, കമ്മ്യൂണിസം കുറവുള്ള തിരുവനന്തപുരം ജില്ലയും, കമ്മ്യൂണിസം കുറവുള്ള തൃശ്ശൂർ ജില്ലയും, എല്ലാ ജില്ലകളും വളരുന്ന സമയത്ത് കേരളം വളരുന്നില്ല. കോഴിക്കോട് കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നുണ്ട്. മലപ്പുറത്ത് കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസം മലപ്പുറം ജില്ല വളരുന്നുണ്ട്. ഈ ജില്ലകൾ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ജില്ലകൾ വളരാതിരിക്കാൻ കാരണം അതിനെ പിടിച്ചിരിക്കുന്ന ആ മരത്തെ താങ്ങി നിർത്തി അതിൽ കയറിപ്പറ്റിയിരിക്കുന്ന ഇത്തിക്കണ്ണിയായിരിക്കുന്ന കമ്മ്യൂണിസം ഉണ്ടെന്നുള്ളതാണ്. ആ ഇത്തിക്കണ്ണി പറിച്ചു നീക്കേണ്ടത് ആ മരത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മെയ് 4 ഈ ഇത്തിക്കണ്ണി പറഞ്ഞു വീഴോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും.